ഫുൾ ഹാൻഡ് ഡിസൈന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ലൈന് തുടങ്ങുന്നത് നമ്മൾ വാച്ച് കെട്ടുന്ന ഒരു സ്പേസ് ഇല്ലേ, ആ ഒരു ഭാഗത്തു നിന്നായിട്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഒരു തിൻ ലൈൻ കൂടി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന പോലെ സ്പീഡായിട്ട് കൊടുക്കരുത്. ഞാൻ വീഡിയോ അധികം ലെങ്ത്തായി വെച്ചിട്ട് ഫാസ്റ്റാക്കിയതാണ്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്പൈറൽ കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഓരോ ഡോട്ട്സ് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക. ഇനി അതേപോലെ രണ്ട് സൈഡിലും സെൻറ്ററിലായിട്ട് സ്പൈറൽ കൊടുത്തു. എന്നിട്ട് ഹംസും കൊടുത്തു, ഡോട്ട്സും കൊടുത്തു. ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇത് ഓരോരുത്തരുടെയും കൈയിൻ്റെ വീതി അനുസരിച്ചിട്ട് 3, 4, 5 ഒക്കെ ആവും. ഇനി നമ്മൾ മുകളിലായിട്ട് ആദ്യം ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ട് സെൻറ്ററത്തെ മാത്രം ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി അതിൻ്റെ താഴെയായിട്ട് ലൈന് കൊടുക്കുക. 2 ലൈനൂടെ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് തിക്ക് ലൈനാക്കി കൊടുക്കുക. വീണ്ടും താഴെ ഒരു ലൈന് കൊടുത്തു. അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ വലിയ ഹംസ് കൊടുക്കുകയാണ്. കണ്ടോ? ഇനി അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈന് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫില്ലിങ് ചെയ്യാണ്. കണ്ടില്ലേ? ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക. കണ്ടില്ലേ? എന്നിട്ട് ഡോട്ട്സ് കൊടുക്കുക. ഒരേ സ്പേസിൽ ഡോട്ട്സ് ഒരേ ഇപ്പോൾ നമ്മൾ മണ്ടാല ഡിസൈനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇനി സെൻറ്റർ പോർഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെൻറ്റർ പോർഷനിലൊരു മാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ് കേട്ടോ. ചെറിയൊരു സർക്കിൾ, നമ്മൾ സർക്കിളൊക്കെ വരയ്ക്കാൻ പഠിച്ചതല്ലേ, അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇൻസൈഡിലുള്ളത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹംസ് ഒരേപോലെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ വലിയ ഹംസാണ് വരയ്ക്കുന്നത്. കണ്ടോ? ഒരു റാ ഷേപ്പിൽ വരുന്ന വലിയ ഹംസ് ചുറ്റിലും വരച്ചു കൊടുത്ത് ഇനി നമ്മളൊരു സർക്കിൾ കൂടെ അതിൻ്റെ മുകളിൽ കുറച്ച് മുകളിലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ? നമ്മൾ താഴെ ചെയ്തിരുന്ന ഈ ഡിസൈന് ഇപ്പോൾ സർക്കിളിൽ ചെയ്യുകയാണെന്ന് മാത്രം കേട്ടോ. വീണ്ടും നമ്മൾ ഔട്ട്ലൈൻ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ചുറ്റിലും ഹംസ് തന്നെ വരച്ചു കൊടുക്കാൻ പോവാണ്. നമ്മുടെ കൈയുടെ പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റി മാറ്റി തിരിച്ചൊക്കെ വെച്ച് വരച്ചു കൊടുത്തോളൂ കേട്ടോ. നമുക്ക് കയ്യിലാണ് ഒന്നുകൂടെ സുഖം പേപ്പറിൽ വരയ്ക്കുന്നതിനേക്കാളും. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഹംസ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും സെയിം സൈസിൽ തന്നെയാണ് കേട്ടോ താഴെയുള്ളതും മുകളിലുള്ള ഹംസും. കണ്ടില്ലേ? ഇനി നമ്മളത് 2 പോർഷനായിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ സ്പൈറൽ കൊടുക്കുകയാണ്. സ്പൈറൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുത്തു. താഴെ അതേപോലെ നമ്മൾ കൊടുക്കുകയാണ്. സ്പൈറൽ കൊടുക്കുക, ഹംസ് കൊടുക്കുക. ഇനി അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക. നമ്മൾ ഓരോരുത്തരുടെ കൈയുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടില്ല? എല്ലാം ഒരേപോലെ തന്നെ സ്പൈറലും ഹംസുമാണ്. ഈ സൈഡും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക.
ഹംസ് വരച്ച് കൊടുക്കുക. ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട, വീഡിയോ ഞാൻ ഫാസ്റ്റാക്കിയതാണ്. കണ്ടില്ലേ, ചുറ്റിലും നമ്മൾ ഫ്ലവേഴ്സ് വരച്ചു. ഇനി നമ്മൾ താഴെയും മുകളിലും ഉള്ളതിൻ്റെ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് നമ്മൾ കണ്ടില്ലേ, ആ ലീഫാണ് നമ്മൾ ചെയ്തില്ലായിരുന്നു, ലീഫിൽ ആ ലീഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ എല്ലാത്തിൻ്റെയും ഗ്യാപ്പിൽ സെയിം അത് തന്നെ എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക. ലീഫ് ജസ്റ്റ് ലൈന് കൊടുത്തിട്ട് നല്ലോണം പ്രഷർ ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. കണ്ടോ, മൊത്തത്തിൽ ഗ്യാപ്പിലാണ് ചെയ്യുന്നത്. താഴെ മുകളിൽ മാത്രം ഫ്ലവറിൻ്റെ മുകളിൽ, ബാക്കിയെല്ലാം ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ. കണ്ടില്ലേ? ഇനി നമ്മൾ അതിൻ്റെ ഇടയിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ കുറച്ചൊരു വലിയ ഡോട്ടും സൈഡ്സിലായിട്ട് നമ്മൾ ചെറിയ ഡോട്ട്സും ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇനി നമ്മൾ ഫിംഗേഴ്സിലേക്കാണ് പോകുന്നത്. മണ്ടാല ഡിസൈൻ അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഫിംഗേഴ്സിൽ നമ്മൾ ആദ്യം ക്യാപ്പ് ഇടാനുള്ളൊരു പോർഷൻ മാർക്ക് ചെയ്തിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. 4 ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് 2 ലൈന് ഒന്ന് തിക്കാക്കി കൊടുത്തു. എന്നിട്ട് വീണ്ടും ലൈൻ ഇട്ടു. അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചു കൊടുക്കുക. നമ്മൾ സെയിം വലിയ ഹംസ് വരച്ചു കൊടുക്കുക. ലൈൻ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. വീണ്ടും ഒരു ലൈൻ വരച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഹംസ് വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഒരു ചെറിയൊരു സ്പൈറൽ വരച്ചു കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ വലിയ സ്പൈറൽ വരയ്ക്കാം. എന്നിട്ട് ഹംസ് കൊടുക്കുക. സെയിം ഫ്ലവർ തന്നെ. എന്നിട്ട് നമ്മൾ ഇനി കൊടുക്കേണ്ടത് നമുക്ക് സെയിം ആ ഒരു ഡ്രോപ്സ് ആണ്. നമുക്കിങ്ങനെ ഡ്രോപ്സ് ഇട്ടിട്ട് അതിനെ വലിച്ചു കൊടുത്താലും ആ സെയിം മെത്തേഡാവും. അപ്പോൾ ഞാനിത് കാണിച്ചിരുന്നത് എന്താ വെച്ചാൽ അറിയാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡ്രോപ്സ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഈ നെക്സ്റ്റ് ഫിംഗേഴ്സിൻ്റെ ഒക്കെ അതേപോലെ തന്നെ സെയിം ലൈൻസ് ഇട്ടിട്ട് ഒരെണ്ണം ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്യാപ്പ് ഇടാനുള്ള പോർഷൻ ഒഴിവാക്കിയിട്ട് ഞാൻ ഹംസ് വരച്ചു കൊടുത്തു. വലിയ ഹംസ് വരച്ചു. അതിന് ലൈൻ ഇട്ടിട്ട് ഫില്ല് ചെയ്യുക. വീണ്ടും ലൈൻസ് 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസും ചെയ്യുക. എന്നിട്ട് ചെറിയ സ്പൈറൽ വരയ്ക്കുക. എന്നിട്ട് വലിയൊരു സ്പൈറൽ വരച്ചു. അതിൻ്റെ മുകളിൽ ഹംസും വരയ്ക്കുക. ഇനി നമ്മൾ സെയിം ലീഫാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ചെയ്യാൻ അറിയാത്തവരാണ് നേരത്തെ ഞാൻ കാണിച്ച് ചെയ്ത മെത്തേഡിൽ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫിംഗറും അതേപോലെ തന്നെയാണ്. സെയിം ലൈൻസ് ഇട്ട് കൊടുക്കുന്നു, ഫില്ല് ചെയ്യുന്നു. ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ടും ഇനി ഹംസ് വരച്ചു കൊടുക്കുക. വലിയ ഹംസ് വരച്ചു. അതിന് ഫില്ല് ചെയ്ത് കൊടുത്തു. ലൈൻസ് ഇടുക. വീണ്ടും ഹംസ് വരയ്ക്കുക. ഇനി ഈ വരയ്ക്കുന്നതൊക്കെ നമ്മൾ വീതി അനുസരിച്ചിട്ട് എണ്ണം കൂട്ടാം കേട്ടോ. സ്പൈറൽ വരച്ചിട്ട് ഫ്ലവർ ചെയ്യാം. സെയിം അതേപോലെ തന്നെ ലീഫും ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫിംഗറിലും അതേപോലെ ഗ്യാപ്പിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൈൻസ് ഇട്ടിട്ട് ഹംസ് വരച്ചു കൊടുത്തു. വലിയ ഹമ്പും വരച്ചു. എന്നിട്ട് ഫില്ലിങ് കൊടുക്കുക. തിൻ ലൈൻ കൊടുത്തു, ഹംസ് കൊടുത്തു. ഇനി സെയിം ഫ്ലവർ സ്പൈറൽ കൊടുത്തിട്ട് ഹംസ് വരയ്ക്കുക. ഇനി ആ ലീഫും കൊടുക്കാം. 3 4 ഒക്കെ കൊടുക്കാം. ഇനി ലാസ്റ്റ് ഫിംഗർ തം ഫിംഗർ കൂടെ ചെയ്താൽ ഫിനിഷായി. സെയിം ലൈൻസ് ഇട്ട് കൊടുക്കുക. ഒന്ന് തിക്ക് ലൈൻ ആക്കുക. ഇനി ഹംസ് വരയ്ക്കാം. ഇനി വലിയ ഹംസ് വരച്ചു കൊടുത്തു, ഫില്ല് ചെയ്തു. വീണ്ടും ലൈൻ ഇട്ടു. അതിൻ്റെ മുകളിൽ ഹംസ് വരച്ചു. ഇനി നമ്മൾ സ്പൈറൽ വരയ്ക്കാണ്. മറ്റു ഫിംഗറിൽ നിന്നും ചെറിയ വിരലിന് നമ്മൾ ആ ഒരു ചെറിയ സ്പൈറലിൻ്റെ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ലെങ്ത് അതിനത്ര ഇല്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ.
ഫില്ലിങ് കൊടുക്കുകയാണ്. അതായത് ക്യാപ്പ് ഇട്ട് കൊടുക്കുക. ക്യാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. പേപ്പറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രഷർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. കയ്യിൽ കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് വേണം ചെയ്യാനേ. നന്നായിട്ട് ഫില്ല് ചെയ്യുക, ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫിംഗേഴ്സിനും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഫിംഗേഴ്സിന് ഇത്രയും ലെങ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ക്യാപ്പിൻ്റെ ഇത്രയും സ്പേസ് ഉള്ളത് കുറച്ച് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സ്റ്റെപ്പൊക്കെ ഒഴിവാക്കാം കേട്ടോ. ലാസ്റ്റിൽ ആ ഫ്ലവർ ഒഴിവാക്കരുത്. ഹംസൊക്കെ ഒരെണ്ണാക്കിയിട്ട് കുറച്ചിട്ട് ചെയ്യാം. ലെങ്ത് ഉള്ളവരാണെങ്കിൽ ഇത്ര തന്നെ നിന്നോട്ടെ. അപ്പോൾ ഇത് ഫിനിഷായി കേട്ടോ. നമ്മളെ ഹാൻഡ് ഇങ്ങനെയുള്ളത്.